ഡിയേഴ്സ്, നമുക്ക് ഇടിച്ചക്ക കട്ട്ലേറ്റ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. നമ്മുടെ വീട്ടിലൊക്കെ പ്ലാവ് ഉണ്ടാവും, പ്ലാവുമ്പോൾ ചക്ക ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇടിച്ചക്കയുടെ പരിവാകുമ്പോൾ ചക്ക ഒരെണ്ണം പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചക്കേനെ നന്നായി കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഇതുപോലെ ചെറുതാക്കിയിട്ട് ചക്കേനെ ഒന്ന് നുറുക്കി കൊടുക്കുക. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ചക്ക വേവിച്ചതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മടലും മൂക്കൊക്കെ കളയണത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ ചക്കേനെ നന്നായി കഴുകി വൃത്തിയാക്കിയ ചക്കേനെ നമ്മൾ നുറുക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അതിൽ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2 വിസിൽ വരണ വരെ വേവിക്കുക. അത് കഴിഞ്ഞതാ ചക്ക വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആ സമയത്ത് നമുക്ക് കട്ട്ലേറ്റിലേക്ക് ആവശ്യമായ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പം ചക്കേനെ ഇങ്ങനെയാണ് വൃത്തിയാക്കണത്. വെന്ത ചക്കയുടെ മൂക്ക് മുറിച്ച് കളഞ്ഞതിന് ശേഷം അതിനെ മടലിൽ നിന്ന് ചെത്തിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ചക്ക ക്ലീനായി കിട്ടും. കണ്ടോ, ഇതുപോലെ ആദ്യം മൂക്ക് ചെത്തിക്കളയും, പിന്നെ നമ്മളതിൻ്റെ മടലിൽ നിന്ന് ചക്കേനെ ഇങ്ങനെ ചെത്തിയെടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ മുഴുവൻ ചക്കേനെ നമ്മളങ്ങനെ ചെത്തിയെടുത്ത് പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഉലർത്തി കൊടുക്കുക. നമുക്ക് ഒന്ന് ഉലർന്ന് കിട്ടണം. അപ്പോൾ കൈ കൊണ്ട് ചുമ്മാ അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഉലർന്നോളും. പിന്നെ നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ വേണം. അത് ചെറുതാക്കി അരിയണം. ഞാനിപ്പോൾ ഒരു ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ചക്ക ഉലർത്തിയതും അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ സവാളേനെ, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഈ സംഭവം നമ്മളൊന്ന് വഴച്ചിയെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ആഡ് ചെയ്യണം. വഴറ്റുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വഴറ്റുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തത് ചൂടാറിയതിന് ശേഷം നമ്മളൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്, സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ ഈ വഴന്ന് വന്ന ഈ സവാളയുടെ കൂട്ടിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് മൂപ്പാവണം. അത് കഴിഞ്ഞ് സവാളയും ഈ മസാലക്കൂട്ടും നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അത് അവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ സെയിം പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈ ഇടിച്ചക്ക അങ്ങനെ ഉലർത്തി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇടുകയാണ്. അതൊന്ന് വെള്ളം വലിയണം. നമ്മൾ ബീഫൊക്കെ ഇട്ട് മുരിച്ചെടുക്കണ പോലെ അതുപോലെ മുരിഞ്ഞ് കിട്ടുമൊന്നുമില്ല. പക്ഷേ നമ്മളതൊന്ന് വെള്ളം ഒന്ന് വലിയിച്ച് കളയണം, അതിലത്തെ വെള്ളം ഒന്ന് വലിയിച്ച് കളയണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ആക്കുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതല്ലാതെ നമ്മൾ ബീഫൊക്കെ ആക്കണ പോലെ വല്ലാതെ മുരിയും അങ്ങനെ വിചാരിച്ചിട്ടിരിക്കരുത്. അപ്പോൾ ഒന്ന് വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സവാള വഴറ്റിയ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു പാത്രത്തിൽ കുറച്ച് നേരം ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറി കഴിയുമ്പോൾ നമ്മുടെ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നന്നായി കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണേക്കാട്ടിലും നല്ലത് നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്, നന്നായിട്ടൊന്ന് മിക്സ് ആവാനായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതൊന്ന് ഉരുട്ടിയിട്ടൊന്ന് പരത്തുക. അപ്പോൾ നമുക്കൊരു ഷേപ്പിൽ കിട്ടും. ചിലയിടത്ത് കട്ട്ലേറ്റിൻ്റെ മൗൾഡ് ഉണ്ടാവും ചിലരുടെ വീട്ടിൽ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മൗൾഡിൽ വെച്ച് ചെയ്യാം. മൗൾഡ് ഇല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചുമ്മാ കയ്യിലിട്ട് റോൾ ചെയ്തിട്ടൊന്ന് പരത്തി കൊടുത്താൽ നമ്മുടെ റൗണ്ട് ഷേപ്പിൽ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ മൊത്തം നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ കൂട്ടിനെ നമ്മളത് ഉരുട്ടി പരത്തി ഷേപ്പാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മുട്ട എടുക്കുക. മുട്ട കലക്കി വെച്ചിട്ടുണ്ട്, അതിൽ മുക്കിയിട്ടാണ് നമ്മൾ ഇത് വറുത്തെടുക്കുന്നത്. അപ്പം ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലും കൂടി മുക്കിയിട്ട് നിങ്ങൾക്ക് വറുക്കാനായിട്ട് ഇടാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ഒരു മീഡിയത്തിലിടണം, കൂട്ടിയിടരുത്, കരിഞ്ഞും പെട്ടെന്ന്. അപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം നമ്മളതിനെ മറിച്ചിടാണ്. മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടി മുറിച്ചിലാകുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റി വയ്ക്കാം. നല്ല ചൂടൊന്നും മാറുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യുകയും ചെയ്യാം. ഉണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.